ആർക്കിൻ വ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റും നമ്മൾ കാണാതെ പോകുന്ന 7ഓളം ഔഷധ ചെടികളെ കുറിച്ചിട്ടാണ്. ആദ്യമായി ചങ്ങലം പരണ്ട. വള്ളിച്ചെടി പോലെ പടർന്നു പിടിക്കുന്ന ഒരിനം സസ്യമാണ് ചങ്ങലം പരണ്ട. ചങ്ങല പോലെ ഇരിക്കുന്നത് കൊണ്ടാവാം ഇതിന് ഈ പേര് ലഭിച്ചത്. അസ്ഥി സംഹാരി എന്ന മറ്റൊരു പേര് കൂടി ഇതിനുണ്ട്. ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കാനുള്ള ഇവയുടെ ഔഷധ ശക്തിയാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിക്കാൻ കാരണമായത്. ഇൻസുലിൻ ചെടിയാണ് അടുത്തത്. പേര് പോലെ തന്നെ പ്രമേഹ രോഗത്തിന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിതെന്ന് പറയപ്പെടുന്നു. ഇലകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നല്ലൊരു അലങ്കാര ചെടിയായും ഇന്ന് ഇതിനെ നട്ടു വളർത്താറുണ്ട്. അടുത്തത് എല്ലാവർക്കും പരിചിതമായ കറ്റാർവാഴ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ബെസ്റ്റ് കണ്ടീഷണറാണ്, സൺ ടാൻ റിമൂവറാണ്, അതിലുപരി മോയ്സ്ചറൈസറാണ്. ഇന്ന് പലരും ഇൻസുലിൻ ചെടി പോലെ ഇതൊരു അലങ്കാര സസ്യമായിട്ട് നട്ടു വളർത്താറുമുണ്ട്. ആനച്ചെവിച്ചെടി. ആനച്ചെവി പോലുള്ള വലിയ ഇലകളായതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിക്കാൻ കാരണമായത്. ഇത് മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ഇലയിൽ നിന്നും ഇതുപോലെയാണ് നമുക്ക് തൈകൾ ലഭിക്കുന്നത്. ഇന്നിത് വളരെ നല്ലൊരു അലങ്കാര ചെടിയായിട്ടും നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. ഗരുഡക്കൊടി. കാട്ടിലും നാട്ടിലുമൊക്കെ ഒരുപോലെ കണ്ടുവരുന്നൊരു ഔഷധ ചെടിയാണ് ഗരുഡക്കൊടി. ഈശ്വരമൂലി അല്ലെങ്കിൽ ഈശ്വരമുല്ല എന്നൊക്കെ ഇവയ്ക്ക് വിളിപ്പേരുകളുണ്ട്. നാട്ടുറോസ് എന്ന് വിളിക്കുന്ന ഒരിനം ചിത്രശലഭം ഇതിലാണ് വളരുന്നത്. ഇവയുടെ ഇലകൾ ഇവ ആഹാരമാക്കാറുമുണ്ട്. അവസാനമായി നീലയമരി. 1 മുതൽ 2 മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലയമരി. പണ്ട് കാലങ്ങളിൽ പ്രകൃതിദത്ത നീല നിറത്തിന് വേണ്ടി ഇവയെ ഉപയോഗിച്ചതിനാലാവാം ഇവയ്ക്ക് നീലയമരി എന്ന പേര് ലഭിക്കാനിടയായത്. ചർമ്മരോഗങ്ങൾക്കും മുടി പരിപാലനത്തിനും എന്നിവ ഒരുപോലെ ഉപയോഗിച്ചു വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പരിസരത്തുള്ള ഇതുപോലത്തെ നാട്ടുചെടികളും നാട്ടു ഔഷധ ചെടികളും ഉണ്ടെങ്കിൽ പേര് കമൻറ്റായി രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആർക്കിൻ വ്യൂ.